ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ തായ്ലൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹരിസ്കയുടെ റോയൽ സ്കൈ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നത്. 11:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. വെളുപ്പിന് 4 മണിയോട് കൂടി നമ്മൾ ബാങ്കോക്കിലെത്തിയിട്ടോ. ഹാരിസ്ക എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും പലയിടത്തു നിന്നാണ് വന്നത് കൊണ്ട് നമ്മൾ ബാങ്കോക്കിൽ വെച്ചിട്ടാണ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വോൾവോ ബസ്സിലാണ് കേട്ടോ അന്നത്തെ യാത്ര തുടങ്ങുന്നത്. അവിടെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഗൈഡും നമ്മുടെ കൂടെയുണ്ട്. ടാൻ എന്നാണ് നമ്മുടെ ഗൈഡിൻ്റെ പേര് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കവർ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് അന്നത്തെ ഡേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ എനിക്കവിടെ തോന്നിയത്. തായ്ലൻഡ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരെ പോകുന്നത് അൽമാസ് ഹോട്ടലിലേക്കാണ്. അവിടുന്ന് ഭക്ഷണവും ഫ്രഷപ്പും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്നത്തെ യാത്ര തുടങ്ങുന്നത്. അന്ന് നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. പട്ടായയാണ് നമ്മൾ ഫസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യേണ്ടത്. 2 ദിവസം, ഫസ്റ്റത്തെ 2 ദിവസം നമ്മൾ പട്ടായയിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന വഴിക്കാണ് ടൈഗർ ട്രോഫി ഉള്ളത്. അപ്പോൾ നമ്മൾ ടൈഗർ ട്രോഫിയിലേക്കാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ടൈഗർ ട്രോഫി അങ്ങനെ എത്തിയിട്ടോ. അവിടുന്ന് എൻട്രൻസിൽ നിന്ന് നമ്മളൊരു വെഹിക്കിളിലാണ് കൊണ്ടുപോകുന്നത്. ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടൈഗറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് കിട്ടിയത്. ടോക്കൺ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം പോയി നമുക്കവിടെ. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരുത്തനെ കണ്ടത് കേട്ടോ. ആൾ കുറച്ച് ഡേഞ്ചറാണെന്നാണ് തോന്നുന്നത്. ഇതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ടൈഗറിൻ്റെ അടുത്തെത്തി. ഈ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ് എക്സ്പീരിയൻസ്. ഇവിടെ വന്നാൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ടൈഗർ ടോഫിയ. ടൈഗർ ടോഫിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പട്ടായയിലെ ട്രോപ്പിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. 500 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു അത്ഭുതം എന്ന് തോന്നിയത് ചെടികൾക്കൊക്കെ വളരെയധികം വലിപ്പം എനിക്ക് ഫീൽ ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗാർഡൻ ഞാൻ കാണുന്നത്. പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ടിങ് ഇവിടെ നിന്നാണ് ചെയ്യുന്നത്.
ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എലിഫൻറ്റ് ഷോ കാണാനാണ് കേട്ടോ. ഇവിടെ ഒരു എലിഫൻറ്റ് ബേബി ഉണ്ട്. അവൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എലിഫൻറ്റ് മസാജിങ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. എലിഫൻറ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിൽ ഞാൻ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്തതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.